പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ശ്രദ്ധയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമനുഷ്യകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. അനവധി തവണ നമ്മൾ വായിച്ച് ദൈവിക സന്ദേശം കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽ വീണ്ടും നമ്മൾ ആ ദൈവവചനം ചിന്തിക്കുമ്പോഴേ നമ്മൾ ആ ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതായി ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുക, നമ്മുടെ അന്തരത്തിൽ തന്നിരിക്കുക. അല്ലേ? അപ്പം ഈ ഭൂമിയും ജീവനുള്ള വചനം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകത്തിനകത്തെ തിരുവെഴുത്തുകളാണ്. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ കാണാറുണ്ട്. ഒരുപാട് എല്ലാ മതങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും വിവിധ സംഘടനകൾ അനവധി ഒരുപാട് എഴുത്തുകാരൊക്കെ ഒരുപാട് പുസ്തകം കാണാൻ കഴിയും. അങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളെക്കാളും അതിശ്രേഷ്ഠവും വളരെ ദൈവസാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ ജീവനുള്ളതുമാണ് സത്യവേദ പുസ്തകത്തിനകത്തെ തിരുവെഴുത്തുകൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. മാത്രമല്ല ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇരുവായ്ത്തലുള്ള വാളിനുകൾ ഇപ്പോഴും ഉണ്ട്. രണ്ട് സൈഡും മൂർച്ചയുള്ള വലിയ കത്തികളൊക്കെ കാണാൻ കഴിയും. അങ്ങനെ അതിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും ആ വചനം നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമനുഷ്യകളെയൊക്കെ എന്ത് ചെയ്യും? വേർപിടിക്കുന്നതിന് തുളച്ചു ചെല്ലുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കും. നമ്മുടെ ഹൃദയത്തിന് അശുദ്ധിയെല്ലാം നീക്കി വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ്. അപ്പൊ ഈ വചനം എന്തിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? ഈ വചനം നമുക്ക് തന്നിരിക്കുന്ന ഉദ്ദേശം നമ്മൾ പാപത്തെ ജയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ വചനം ദൈവം നമുക്ക് ഒന്ന് പാപത്തെ ജയിക്കണം, 2 നമ്മൾ വ്യാധികളെ ജയിക്കണം, ഹല്ലേലൂയ. 3 നമ്മൾ ഹല്ലേലൂയ പ്രകൃതിയെ ജയിക്കണം, പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? പിശാചിനെ ജയിക്കണം. അങ്ങനെ ഇതിനകത്ത് വിവിധ ഘട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പാപത്തെ ജയിക്കുക, വ്യാധിയെ ജയിക്കുക, പ്രകൃതിയെ ജയിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ പിശാചിനെ ജയിക്കണം. നമ്മുടെ പാപത്തെ ജയിക്കണം, വ്യാധിയെ ജയിക്കണം, രോഗത്തെ ജയിക്കണം, പ്രകൃതിയെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. ഇന്ന് 5-ാമത്തെ കാര്യം പറയും, പ്രകൃതിയെ ജയിച്ചു വരുന്നവൻ പിശാചിനെ കൂടെ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമി വന്ന് 33 തിരുവയസ്സ് ജീവിച്ച് നമുക്കറിയാം. 30-ാം വയസ്സിൽ യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ സ്നാനം ഏറ്റുകൊണ്ട് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം യേശു ഒന്നും കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും അല്ലെങ്കിൽ ഉപവാസം എടുത്തു. 40-ാം നാൾ പിശാചരിക്ക് വന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൊണ്ട് വചനം കൊണ്ട് ജീവിക്കുന്നു. ഈ വചനം ജീവനും ചൈതന്യമുള്ള യേശുവിടെ വചനമാണ് പറഞ്ഞത്. 2ാമത് ഉയർന്ന മലയും കയറ്റിക്കൊണ്ട് പോയിട്ട് ഈ കാണുന്നതിന്റെ എന്റെ തന്നെ വീട് നമസ്കരിച്ചത് എന്റെ നിനക്കാവും. ഹല്ലേലൂയ. അപ്പൊ ഈശോ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. പിന്നെ ഒരു പരീക്ഷകളുണ്ട്. ആ ദൈവാലയത്തിന്റെ അഗ്രത്തിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവിടുന്ന് ചാട്, നിന്നെ കാക്കേണ്ടതിന്റെ ദൂതമായിട്ട് കൽപ്പിക്കുക. അങ്ങനെ വിവിധ പരീക്ഷകൾ, പരിശോധനകൾ യേശു കർത്താവിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ യേശു കർത്താവ് ഈ പരീക്ഷകളെ സാത്താനെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി അവന് ജയിച്ചത് അങ്ങനെ ദൈവത്തിന്റെ വചനമുള്ളത് കൊണ്ടാണ്. ദൈവവചനം ജീവന് ചൈതന്യമുള്ളതായി യേശുക്രിസ്തുവിൽ വസിച്ചിരുന്നുകൊണ്ട്, യേശുക്രിസ്തു വചനമായതുകൊണ്ട് പിശാചിന് യേശുവിനെ ജയിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, അതേ വചനം തന്നെയാണ് ദൈവം നമുക്കും തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പരീക്ഷയിൽ വീണുപോകാതെ, പ്രലോഭനത്തിൽ വീണുപോകാതെ, പ്രതിസന്ധികളിൽ വീണുപോകാതെ കടന്നു വന്ന എല്ലാ വെല്ലുവിളികളെയും വചനത്താൻ ജയിച്ച യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയും, വ്യാധിയെ ജയിക്കാൻ കഴിയും, ലോകത്തെ ജയിക്കാൻ കഴിയും, പ്രകൃതിയെ ജയിക്കാൻ കഴിയും, പിശാചിനെ ജയിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മളിതിനെയൊക്കെ ജയിക്കണം. ഇതിനൊക്കെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ സുഖകരമായ, സമാധാനമുള്ള, പ്രത്യാശയുള്ള, സന്തോഷമുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. ലോകം മുഴുവൻ സാത്താൻ കൈവശപ്പെടുത്തിക്കൊണ്ട്, ലോകം മുഴുവൻ സാത്താൻ ആധിപത്യമാണ്, സാത്താന്റെ തന്ത്രങ്ങൾ അവൻ എല്ലാ മേഖലയിലും വിവിധ നിലകളിലൂടെ അവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യനെ മുഴുവൻ പാപത്തിലേക്ക് തള്ളിയിടുകയാണ്.
സകല ജനങ്ങളും പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിച്ച ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ അകൃത്യങ്ങളിൽ വീട് കിടക്കുകയാണ്, മലിനപ്പെട്ട് കിടക്കുകയാണ്. ചെളിയിൽ കിടന്നുള്ളുന്ന പന്നിയെ പോലെ മനുഷ്യൻ പാപത്തിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കൂത്താടുകയാണ്. അല്ലേ ഏലിയ ഓർത്ത് ചമ പന്നിയെ നമുക്കറിയാമല്ലോ, അല്ലെ ഒരിക്കലും വൃത്തിയില്ലാത്ത ദുർഗന്ധമുള്ള ദൈവം ശപിച്ച അല്ലെങ്കിൽ പിശാചിനെ അതിലേക്ക് പറഞ്ഞു വിട്ടു. അത്ര ദുർഗന്ധമുള്ള കുളിച്ചിട്ട് ചെളിയിൽ കിടന്ന് ഉരുളുന്ന പന്നി അല്ലേരിയ. അപ്പൊ ഇന്നത്തെ കാര്യം ഈ പന്നി എന്ന് പറഞ്ഞാൽ അത് വെറും അശുദ്ധം. അതിന് മനുഷ്യഷ്ടം പോലും മേടിച്ച് തിന്നുന്നവരുണ്ട് കേട്ടോ. അവൻ അതിനെക്കാട്ടിൽ അശുദ്ധനാ. ഈ പന്നിയെ ദൈവം അല്ലെ ഭൂതഗ്രസ്തന്റെ ഭൂതത്തെ അയച്ച പന്നിയിലേക്കാണ്. പന്നി ശപിക്കപ്പെട്ട മൃഗമാണ്. അത് ദുർഗന്ധമുള്ളതാണ്. അത് രക്തത്തോടു കൂടിയാണ് എന്നെ എല്ലാവരും വിൽക്കുന്നത്. അതിനെ തിന്നുന്ന ആ ദുർഗന്ധമുള്ള സാധനത്തെ തിന്നുന്നവൻ എത്ര ദുർഗന്ധമുള്ളവനാണ് ചെന്ന് ചോദിക്കും. പന്നിയെ തിന്നുന്നവൻ ദുർഗന്ധമുള്ളവനാണ്. പന്നിയെ തിന്നുന്നവൻ അശുദ്ധനാണ്. നിങ്ങൾക്ക് വേദപുസ്തകം ഒരുപാട് തെളിവ് വരാം. എന്റെ മെസ്സേജ് അതല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചവരൊക്കെ തെളിവ് വരാം. അല്ലേലിയ. പന്നിയെ തിന്നുന്നവന്റെ കുടുംബം പോലും ഗതി പിടിക്കത്തില്ല കേട്ടോ. അല്ലേലിയ. അവനിങ്ങനെ കഷ്ടപ്പാടുകൾ, മാറാരോഗം, വ്യാധിയായി പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇവരുടെ എല്ലാ കച്ചറയും പിടിച്ച് ഞാൻ നടക്കും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന നമ്മൾ സകലത്തെയും ചെയ്യിക്കണം. അല്ലേലിയ. ഇവിടെ യേശുക്രിസ്തു എപ്രകാരം പിശാചിനെ ജയിച്ചു ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നിങ്ങളും അതേപോലെ തന്നെ പിശാചിന്റെ മേലും പരീക്ഷയുടെ മേലും ആകാശ മണ്ഡലത്തിലെ ദുഷ്ടാത്മസേന്റെ മേലും നിങ്ങൾ ജയം പ്രാപിക്കണം. അല്ലേലിയ. നിങ്ങൾക്ക് പരീക്ഷകൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം. നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന നിലയിലുള്ള സാത്താന്റെ പോരുകൾ നിനക്കെതിരെ കടന്നു വരുമ്പോൾ നിങ്ങൾ യേശുവിനെ നോക്കി യേശു ഏതെല്ലാം ഭാഗത്ത് ജയം വരിച്ചോ നിങ്ങളും ജയത്തിന്മേൽ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. കരഞ്ഞു നിലവിളിച്ച് അനുഭവത്തോടെ കരഞ്ഞു നിലവിളിക്കുന്ന കണ്ണുനീരുമായി ഹൃദയത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തിന്റെ പുറംവിളി, കുടുംബത്തിനകത്ത് അലമുറയിട്ട് കരയുന്ന അനുഭവങ്ങൾ എവിടെയാണ് രക്ഷ, എവിടെയാണ് സന്തോഷം, എവിടെ സമാധാനം കിട്ടും? ലോകമെമ്പാടും ഓടി നടക്കുന്ന സകല ജനത്തോടും പറയട്ടെ, നീ എങ്ങും ഓടി നടക്കണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന സ്ഥലത്ത് ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് കർത്താവോട് പറയാൻ കഴിയുമോ? കർത്താവ് ഈ സകലത്ത് പരീക്ഷകളെ ജയിച്ച യേശുവെ, സാത്താനെ ജയിച്ച യേശുവെ, ഈ പാപത്തെ, വ്യാധിയെ, ലോകത്തെ, പ്രകൃതിയെ, പിശാചിനെ ജയിപ്പാണ് കൃപ എനിക്ക് നൽകണമേ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് ജയം കിട്ടും. വേദാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാനെ പരീക്ഷകളെ കൊണ്ടുവന്നപ്പോൾ എല്ലാം യേശു ദൈവവചനങ്ങളാൽ അവനെ ജയിച്ചു എഴുതിയിരിക്കുന്നു. ദൈവവചനങ്ങൾ ഉദാഹരണമായി കാണിച്ചപ്പോൾ സാത്താൻ എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. ദൈവവചനം ഉരുവിടുന്ന ദൈവത്തിന്റെ ജനം, ദൈവമക്കളുടെ അരിക്കൽ പിശാചിന് നിൽക്കാൻ കഴിയില്ല. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് കരസ്ഥമാക്കിക്കൊണ്ട് ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ദൈവത്തിനെ നമ്മുടെ ഹൃദയത്തിൽ ആവശ്യം പോലെ ശേഖരിക്കുന്നെങ്കിൽ ഏത് പരീക്ഷാഘട്ടങ്ങൾ നമുക്ക് ജീവിച്ചേക്കാൻ കഴിയും. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വചനമാകുന്ന വാളുകൊണ്ട് സാത്താനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായി ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ തന്നത്. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി പൊട്ടറ്റല്ലും കളിവാക്കുമൊക്കെ പറഞ്ഞ് മൊബൈലിൽ തോണ്ടിയും കുത്തിയും ചാറ്റിയും ടിവിയുടെ മുമ്പിലിരുന്ന് സകല അധാർമ്മികതയും കണ്ട് നീ നിന്റെ മനസ്സ് മരവിപ്പിച്ച് ലോകത്തെ നിന്റെ ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാതെ നീ ദൈവത്തിന്റെ വചനമെടുത്ത് വായിച്ച് നീയും നിന്റെ മക്കളും കൂടെ വചനത്തിനകത്ത് നിറഞ്ഞ് നിറയുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ 7 അടുത്ത് പിശാചെടുക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ഈ പിശാചിന് ഒരു പേടിയില്ല. ഞാനെപ്പോഴും പറയാറുണ്ട് കേട്ടോ, പിശാചിന് ഒരു പേടിയില്ല. കാരണം ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഞാൻ രക്ഷകനും പിതാവായി സ്വീകരിച്ച ആളാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും പിതാവായി സ്വീകരിച്ച ആളാണ്. ഞാൻ പണ്ട് ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. ക്രൈസ്തവ ഭാഗത്ത് ക്രൈസ്തവ ദേവാലയത്തിൽ അഭിവഹിക്കുന്നത്, ക്രൈസ്തവ ദേവാലയത്തിൽ അഭിവഹിക്കൊണ്ടിരുന്നേ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ചപ്പോൾ ക്രൈസ്തവ ദേവാലയം ഞാൻ വിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിക്കപ്പെട്ട ദൈവാലയത്തിലേക്ക് വന്നു. ദേവാലയം വിട്ടിട്ട് ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വന്നു. അല്ലേ? അപ്പൊ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാപിതാവായി സ്വീകരിച്ചു. കർത്താവ് എനിക്ക് രക്ഷകനായി ഉണ്ട്. ഞാൻ അവിടുത്തെ മകനായി എന്റെ വലം കൈപിടിച്ച് എപ്പോഴും കർത്താവിനെ നടത്തുന്നത് കൊണ്ടും കർത്താവായ യേശുക്രിസ്തു എനിക്ക് തന്ന വചനങ്ങളെല്ലാം എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. എനിക്ക് പരീക്ഷകൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഞാൻ വചനം എടുക്കും.
വചനമാകുന്ന വാളെടുക്കും. വചനമാകുന്ന വാളെടുത്ത് ഈ സാത്താന്റെ പോരാടും. ഇത് ആക്ഷരികമായ ഒരു ആയുധമല്ല കേട്ടോ, ഇത് ആത്മീയമായ ആയുധമാണ്. ദൈവം വചനമാണ്, ആത്മാവിന്റെ വാളാണ് വചനം. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ വചനമാകുന്ന വാൾ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ അത് നിനക്ക് വിടിവിക്കാൻ വേണ്ടി, നിന്റെ മക്കൾ അധാർമ്മിക ജീവിതം നയിക്കാൻ മയക്കുവിൽ അടിമയാതിൽ വിടിവിക്കണം. നിന്റെ കുടുംബത്തോട് പോരാടുന്ന പൂരുകാമി മല്ല് പിടിക്കുന്ന ദേശത്തിന്റെ പൂരുകൾ, ദേശത്തിന്റെ ശക്തികൾ, ആഭിചാര മന്ത്രവാദ കൂടോത്ത ക്ഷുദ്ര ശക്തികൾ നിനക്ക് ഒന്നടങ്കം നിന്ന് വെല്ലുവിളിച്ചാലും വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താൻ നിന്റെ അരികിലെടുക്കത്തില്ല. വചനമില്ലാതെ പോയതാണ് നിങ്ങളുടെ കുടുംബം ഇന്നും പാപത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വചനത്തിൽ നിറയപ്പെടണം. വചനത്തിൽ നിറയപ്പെടുമ്പോഴാണ് വചനം നമ്മളെ നേർവഴിയിലേക്ക് നടത്തുന്നത്. ഹല്ലേലൂയ. വചനമില്ലാത്തവന്റെ ജീവിതമെല്ലാം പരാജയമാകട്ടോ. വചനമില്ലാത്തവരുടെ ജീവിതമെല്ലാം പരാജയ ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളെ നിങ്ങൾ ധരിക്കണമെന്ന്. ദൈവത്തിന്റെ സർവായുധ വർഗം എഫേസ്യ ലേഖനം 6-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 10 തൊട്ട് വാക്യങ്ങൾ വായിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണമെന്ന്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്താണ്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവി, നിനക്ക് പോരാട്ടമുള്ളത് നിന്റെ കുടുംബത്തിലുള്ള നിന്റെ ബന്ധുപുത്രാണത്തിന്റെ സഹോദരനോട്, സഹോദരൻ, മാതാവിനോട്, പിതാവിനോട്, മക്കളോട്, മരുമക്കൾ, കൊച്ചുമക്കൾ, അമ്മായിയമ്മയോട് അല്ല. നിനക്ക് പോരാട്ടമുള്ള ദേശത്തോടല്ല, നിന്റെ സമൂഹത്തോടല്ല, നീ ജോലി സ്ഥലത്ത് നിന്നോടൊപ്പം ജോലി ചെയ്യുന്നവരോടല്ല. നിനക്ക് പോരാട്ടമുള്ള നിന്റെ സഭയിലുള്ള വിശ്വാസത്തോടല്ല. പിന്നെ ആരാണ്? ആമേ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്കും വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി സ്വർലോകത്തിലെ ദുഷ്ടാന്വേഷനെയാണ്. ഇത് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെയാണെന്നുള്ളേ ഉള്ളൂ. ജഡരക്തമുള്ള ഒരു വൈരാഗ്യമില്ല. പക്ഷെ ഈ വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി സ്വർലോകത്തെ ദുഷ്ടാന്വേഷനുണ്ട്. അത് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കും. മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെടും. മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്നതെല്ലാം അവൻ നേരെ തലതിലേക്ക് തിരിച്ചായിരിക്കും. അവന്റെ വാക്കുകൾക്ക് സ്ഫുടത കാണത്തില്ല, വാക്കുകൾക്കകത്ത് ദൈവസ്നേഹം കാണത്തില്ല, വാക്കുകൾക്കകത്ത് ദൈവഭയം കാണത്തില്ല. അവന്റെ വാക്കുകളും പ്രവൃത്തിയുടെ നടപ്പും നോട്ടവും നിൽപ്പും ഇരിപ്പും എല്ലാം അശുദ്ധമായതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താന്റെ പണിപ്പുരയിൽ ഒരു ആയുധമായി, സാത്താന്റെ പണിപ്പുരയിൽ ഒരാളായി മാറാതെ നമ്മൾ ദൈവത്തിന്റെ പണിപ്പുരയിലെ ആളായി മാറണം. ദൈവത്തിന് വേണ്ടി, ദൈവത്തിനൊക്കെ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് പിശാചി നിന്നെ തൊടാതിരിക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാൾ ധരിക്കണമെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ആമേ, സ്തോത്രം, ആമേ. അത് കാണുന്നുണ്ട്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പൊ ദൈവവചനത്തെ എന്താ പറയുന്നത്? ദൈവവചനത്തെ ആത്മാവിന്റെ വാളാണ്. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഈ ദൈവവചനം ഭയങ്കര മൂർച്ചയേറിയത്, ലോകത്തിലുള്ള സകല ഇരുവായുധങ്ങളെക്കാൾ മൂർച്ചയേറിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം, ഹല്ലേലൂയ. നമുക്കറിയാം, മനുഷ്യന്റെ ശസ്ത്രക്രിയ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം വെട്ടിപ്പൊളുന്ന ബൈപ്പാസ് ശസ്ത്രക്രിയയൊക്കെ എന്താണ്? നെഞ്ച് വെട്ടിപ്പൊളന്നാണെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തെ വിളർക്കുന്ന ഇരുവായുധങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഇലക്ട്രിക് സംവിധാനങ്ങൾ വന്നതുകൊണ്ട്, എല്ലാം മിഷനായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കട്ട് ചെയ്ത് മനുഷ്യന്റെ ശരീരം വീണ്ടും തുന്നിച്ചേർക്കുന്ന അനുഭവം. ആത്മാവിന്റെ സന്ധിമഞ്ചൽ വേറൊരു തുടച്ചയും. എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ വചനം. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വചനം നമ്മളെ വെട്ടിമുറിച്ച് കീറി മുറിച്ച് കേടുള്ള ഭാഗം മാറ്റിയിട്ട് പിന്നെ തുന്നിക്കിട്ട് ശരിയായി ജീവിച്ചെന്നുകൊള്ള. എന്നാൽ ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ വാളാകുന്ന ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ഇരുപായുധവും വേണ്ട നിന്നെ കീറി മുറിച്ച് സൗഖ്യപ്പെടുത്തുവാൻ. ആമീൻ. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വചനമാകുന്ന വാള് നിന്റെ ആത്മാവിനെ സന്ധി മനസ്സുകളെയും വേറെവിടേക്ക് തുളച്ച് ചെല്ലും. കേടുള്ള ഭാഗങ്ങളേക്ക് വചനം മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഭൂമിയിലുള്ള സകല ഇരുപായുധങ്ങളെക്കാൾ ശ്രേഷ്ഠതയേറിയത്, മൂർച്ചയേറിയതാണ് ദൈവവചനം. ആ വചനത്തെയാണ് സാത്താൻ പേടിക്കുന്നത്. വാചന ഇരുവായത്തിലുള്ള വാൾ, ഹല്ലേലൂയ. അത് കാണുമ്പോൾ പിശാചിന് പേടിയാണ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ആദ്യ മനുഷ്യനായിരുന്ന ആദവും ഹവ്വയും പാപം ചെയ്തു. ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്ത്? യഹോവയായ ദൈവം വെയിലാണിയപ്പോ തോട്ടത്തിൽ വന്ന് മനുഷ്യനെ വിളിച്ചപ്പോൾ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ഹല്ലേലൂയ. അത് കണ്ട ദൈവം ഒരു തോൽവസ്ത്രം ഉണ്ടാക്കി അവർ ഉടുപ്പിച്ച് ആദ്യത്തെ യാഗോടെ നടന്നു. എന്നിട്ട് അവര് ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. ഏദൻ തോട്ടത്തിൽ തിരിയുന്ന വാളുമായി കെരൂബിനെ കാവലാക്കി. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പിശാചിന് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ നമ്മൾ ആത്മീയമായി കാണണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ഭർത്താവിന്റെ, നിന്റെ മാതാവിന്റെ, നിന്റെ കുടുംബത്തിലുള്ള മക്കളുടെ ഹൃദയത്തിൽ വചനമാകുന്ന വാളുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമുക്ക് സഞ്ചരിക്കാം. ആത്മാവിന്റെ വാളാകുന്ന വചനമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ നീ മദ്യശാലയിലേക്ക് പോകത്തില്ല. ആത്മാവിന്റെ വാളാകുന്ന വചനമുണ്ട് സഹോദരി, നീ അനാവശ്യമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകത്തില്ല. നിന്റെ മക്കൾ ലഹരിക്കടിമയായി മാറത്തില്ല. എന്തുകൊണ്ട്? വചനം നിന്റെ മക്കളുടെ ഉള്ളിൽ വാളായി ഇല്ലാത്തത് കൊണ്ട് പിശാച് നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. അതേസമയത്ത് വചനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു പിശാച് നിന്റെ മക്കളെ നിന്റെ കുടുംബത്തെ അധർമ്മത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ആത്മാവിന്റെ അല്ലെങ്കിൽ വാളാകുന്ന വചനം നിങ്ങൾ നിറയണം. ആ വചനത്തിൽ നിങ്ങൾ നിറയണം. പ്രൈസ്. ഇവിടെ ദൈവത്തിന് പറയാൻ സാത്താനെ ജയിക്കുവാനായി യേശുവിന്റെ നാമം ഹല്ലേലൂയ ഉപയോഗിക്കാം. യേശുവിനെ യേശു ഭൂമിയിലായിരുന്നപ്പോൾ സാത്താനെ ജയിപ്പാൻ ഹല്ലേലൂയ വചനം ഉപയോഗിച്ചതുപോലെ തന്നെ ഈ ഭൂമി നമ്മളായിരിക്കുമ്പോൾ സാത്താനെ പരാജയപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമുക്കൊരു ശുശ്രൂഷ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ദാവീദ് ഫെലിസ്ത്യനോട് പറയുക, നീ വാളും കുന്തവും വേരുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ദൈവമായ സൈന്യങ്ങൾ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 40 ദിവസം ഈ ഫെലിസ്ത്യ മല്ലൻ സ്തോത്രം ഈ ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുക ഇസ്രായേലിനെ. 40 നാളും രാവും പകലും ഇടപെടാതെ മുൻനിരയിൽ നിന്ന് വെല്ലുവിളിക്കുക. വെല്ലുവിളി എന്നൊക്കെ നമുക്കറിയത്തില്ല, അതൊക്കെ വെല്ലുവിളിക്കുക. അപ്പൊ ഇത് കണ്ടിട്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ കഴിയാതെ അന്നത്തെ രാജാവായിരിക്കുന്ന ശൗലും ഇസ്രായേലിന്റെ കുറച്ച് മക്കളുണ്ട് ആ പട്ടാളത്തെ ശൗലിന്റെ കൂടെ. പിന്നെ ഇസ്രായേലിനെ നിരനിരയായി വന്ന് നിൽക്കുക. അവര് നോക്കുമ്പോ എന്താണ് ഈ ഫെലിസ്ത്യനായ മല്ല നിൽക്കുന്നത്? എന്താണ് ഈ ഗോലിയത്ത് നിൽക്കുന്നത്? അവൻ വാളും കൊന്തവും വേലുമായിട്ട് നിൽക്കുക. ആ വലിയ കൂടിയ ചെകുത്താനെ, സാത്താനെ, ഫെലിസ്ത്യനെ, ഗോലിയാത്തിനെ കണ്ടപ്പോൾ ശൗലും കൂട്ടരും ഭയപ്പെട്ടു പോയി. ഈ സമയത്താണ് ദാവീദ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ അവരുടെ അരികെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഭവം കാണുക. ഇസ്രായേലത്തെ നേരെ നിന്ന് വെല്ലുവിളിക്കുന്ന ഈ മല്ലനായ ഗോലിയാത്തിനെ ക്ഷേമങ്ങളൊക്കെ തന്റെ ജ്യേഷ്ഠന്മാരോട് ചോദിച്ചപ്പോൾ അവര് ഈ ദാവീദിനെ നിസ്സാരമായി തള്ളിയെങ്കിലും ആ വാക്ക് ശൗലിന്റെ ശ്രദ്ധയിൽപ്പെട്ട് രാജാവിനെ വിളിച്ച് കാര്യാദികൾ ചോദിച്ച് അവൻ കാട്ടിൽ വെച്ച് അവന്റെ അപ്പന്റെ ആടുകളെ മേയിക്കുമ്പോൾ കരടിൽ സിംഹം വന്ന് അതിനെ വലിച്ചു കയറി കളഞ്ഞ് അടിച്ചു കൊന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് കൊള്ളാമെന്ന് തോന്നി. ദാവീദിന് പടച്ചട്ടയൊക്കെ പടയുകയൊക്കെ അണിയിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ഉടുത്ത് നടക്കാൻ അറിയത്തില്ല. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? എനിക്കിതൊന്നും വേണ്ട, ഞാനിതൊന്നും ഉടുത്തിട്ട് വരിക നടന്നാളെ എന്ന് ഉപയോഗിച്ചിട്ടുമില്ല എന്ന് ദാവീദ് പറഞ്ഞു. തന്റെ കവടിയിൽ തോട്ടിൽ നിന്ന് മിനുസങ്ങൾ 5 കല്ല് പെറുക്കി. അങ്ങനെ ഈ 5 കല്ലും പെറുക്കി ഹല്ലേലൂയ സ്തോത്രം ഫെലിസ്ത്യന്റെ അരികെ ചെല്ലുക. ഫെലിസ്ത്യൻ ദാവീദിനോട് ചോദിക്കുക. 1 ശമൂവേൽ 17-ന്റെ 43 ഫെലിസ്ത്യൻ ദാവീദിനോട് ചോദിക്കുക. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. ദാവീദ് ചോദിക്കുക, നീ വടിയുമായിട്ട് എന്റെ നേരെ വരാൻ ഞാൻ നായാണോ എന്ന് ഫെലിസ്ത്യൻ ചോദിക്കുക. അവൻ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യന് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. എന്ന് പറഞ്ഞാൽ വെട്ടിയ വാഴയ്ക്ക് കൊണ്ട് വളവിട്ടവയാണ്. വെട്ടിയ വാഴയ്ക്ക് പിണ്ടിക്ക് കൊണ്ട് വളവിട്ടാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഫെലിസ്ത്യൻ ഗോലിയാത്തിന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ച ദാവീദിന് വെടിയേക്കുമോ? ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞ ദാവീദിനെ ശപിച്ചു. ഹല്ലേലൂയ. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദിനെ വെല്ലുവിളിക്കുകയാണ്. ദാവീദേ, നീ ഇങ്ങോട്ട് വാടാ, ഞാൻ നിന്റെ മാംസം ഉണ്ടല്ലോ ആകാശത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇരയാക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് അപ്പോഴാണ് പറഞ്ഞത്. ദാവീദ് കേട്ട് കഴിഞ്ഞാൽ ഫെലിസ്ത്യനോട് പറയുക,
ആമീൻ. നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങൾ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി അറിയും. ഫിലിസ്ത്യന്റെ വാക്കിന്, മല്ലനായ ഗോലിയാത്തിന്റെ വാക്കുകൾക്ക് ശക്തമായ ഭാഷയിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് അവൻ തിരിച്ചടി കൊടുക്കുക. ദാവീദിന്റെ മാംസമല്ലേ പക്ഷികൾക്ക് മൃഗം കിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ ദാവീദ് പറയുകയാണ്, എന്റെ കയ്യിൽ എന്നെ കർത്താവ് നിന്നെ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്നു നിന്റെ തല ഛേദിക്കും. ഹല്ലേലൂയ. ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ, ഹല്ലേലൂയ, ആകാശത്തിന്റെ പക്ഷികൾക്കും ഭൂമിയിലെ സകല ജനങ്ങൾ വിട്ടുകൊടുക്കും. ദാവീദത്ത് വലിയ മല്ലനാണ് യേശുവിന്റെ നാമം. എന്നിട്ട് എന്താണ്? ഹല്ലേലൂയ. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല ആമേൻ രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാട്ട വരും. ആമീൻ. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. ഇതറിയാ, ദൈവം വാളും കുന്തവും വേലും വടിയായിട്ടൊന്നും അല്ല യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാ. യുദ്ധം ഹല്ലേലൂയ, യഹോവ അവനൊരു യുദ്ധം ചെയ്യും. അങ്ങനെ ദാവീദ് തന്റെ കയ്യിലേക്ക് തന്ന കവണിയിൽ ആ കല്ല് ചുരുട്ടി ഒറ്റയേറെ അത് ശൗലിന്റെ നെറ്റിക്ക് ചെന്നു. ഹല്ലേലൂയ. അവൻ നിലത്ത് വീണു. ഹല്ലേലൂയ. നിലത്ത് കവിണ് വീണു. ഇങ്ങനെ ദാവീദ് കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തിനെ ജയിച്ചു. ഫെലിസ്തിനെ കൊന്ന് മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്തിന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. ഫെലിസ്തിനെ കൊന്നു, ഈ മല്ലനെ കൊന്നു. ഇവിടത്തേക്ക് വചനം അത്ര ശക്തമാണതേ. അപ്പം ദാവീദ് സാത്താനെ പിശാചിനെ ജയിച്ചത് ദൈവത്തിന്റെ വചനം പറഞ്ഞ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവി, നിനക്ക് നേരെ ഉയരുന്ന ഗോലിയാത്ത്, നിനക്ക് നേരെ ഗോലിയാത്തിനെ പോലെ ചില ആളുകൾ, ഫെലിസ്ത്യ മല്ലനെ പോലെ ചില ആളുകൾ നിന്റെ ഭവനത്തിനകത്തുണ്ടെന്ന്. ശരിയ, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭവനത്തിനകത്തെ ഗോലിയാത്ത് നിന്റെ അമ്മായിയമ്മയായിരിക്കും. ശരിയ, എന്നെ കേൾക്കുന്ന അമ്മായിയമ്മ പോലും പിടിക്കുന്ന മാതാവി പറയട്ടെ, നിന്നെ മരുമോൾക്ക് നീയെ നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മല്ലന്മാരാകരുത്, ഗോലിയാത്താകരുത്. അമ്മായിയമ്മ മരുമോളും കൂടെ ഗോലിയാത്തുമാരാകരുത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സമയം നിന്റെ ജോലി സ്ഥലത്ത് ഇതുപോലുള്ള മല്ലന്മാര് കാണാം. നിന്റെ ആത്മീയത്തിന്റെ സഭയ്ക്കകത്ത് നിന്റെ ആരാധന, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ ശുശ്രൂഷയെ തടയുവാൻ, നിന്റെ ആത്മീയ അനുഗ്രഹത്തെ, നിന്നിലുള്ള ദൈവ സാന്നിധ്യത്തെ, ദൈവകൃപയെ, നിന്റെ അഭിഷേകത്തെ, നിന്നിലുള്ള ദൈവതേജസ്സിനെ തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള ഫെലിസ്ത്യ മല്ലന്മാരെ സാത്താൻ എഴുന്നേൽപ്പിച്ചു വിടും. അത് വ്യക്തികൾ കൂടെ പ്രവർത്തിക്കുന്നത്. അവിടെയൊന്നും നീ തകർന്നു പോലും. വചനമാകുന്ന വാള് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, യേശുവിന്റെ നാമം ദാവീദ് എടുത്തുപോയ നിന്റെ നാമത്തിൽ യേശുവിന്റെ നാമമുണ്ടെങ്കിൽ നിനക്ക് പിശാചിനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. പാപത്തെ ജയിക്കണം, വ്യാധി ജയിക്കണം, ലോകത്തെ ജയിക്കണം, പ്രകൃതിയെ ജയിക്കണം, മരണത്തെ ജയിക്കണം. ഹല്ലേലൂയ. ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ ജയിക്കണം. അധികം നാളെയും മറ്റന്നാളും ആയിട്ട് പറയുന്നുണ്ട്. 7 കാര്യങ്ങളാണ് ജയിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും ഞാൻ TV കാണത്തില്ല, എനിക്കത് ഇഷ്ടമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എല്ലാവരും പന്തുകളി രംഗത്താണ്. ഞാനൊരു ദിവസം വീട്ടിൽ ചെന്ന് പറഞ്ഞു, നേരം വെളുക്കുന്നവരെയും അപ്പനും മക്കളും ജീവിയുടെ മുമ്പിലാന്ന് പറഞ്ഞു. അപ്പനും മക്കളും ജീവിയുടെ മുമ്പിലാണ്. വീട്ടിലെ മാത്രമല്ല, ഞാൻ നേരത്തെ മാറിക്കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ദൈവകൃപയാൽ എനിക്ക് ഒരു ദിവസം പോലും ജീവിയുടെ മുമ്പിൽ ഇരുന്ന് ഒന്നും കാണേണ്ടി വന്നില്ല. ഞാൻ ഈ സ്പോർട്സ് രംഗത്തോടൊന്നും എതിർപ്പുള്ള ആളൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവകൃപ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എന്നിട്ട് രാവിലെ 3 മണിക്ക് 4 മണിക്ക് കിടന്നിട്ട് രാവിലെ എഴുന്നേക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, ദൈവത്തിനും വായിക്കത്തുമില്ല, ദൈവമായി ബന്ധമില്ല, ആത്മാവിന്റെ വാളാകുന്ന വചന ഹൃദയത്തിൽ സ്വന്തമാക്കത്തുമില്ല. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്പി എഴുന്നേറ്റ് പിന്നെ ജോലിക്ക് പോവുക. ചിലന്നിടത്തെല്ലാം പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? നീ ദൈവത്തെ വിട്ടുപോയി. ദൈവമായി നിനക്ക് ബന്ധമില്ല. ഇന്ന് പകലും നീ കേൾക്കുന്ന മാതാപിതാവിന്റെ കുടുംബം ചിഹ്ന ഭിന്നമായി ചിത്രീകരിക്കുന്നതിന്റെ കാരണം എന്താണ്? ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം നിന്റെ ഭവനത്തിനകത്തും നിന്റെ മക്കളിലും നിന്റെ ഇല്ലാത്തത് കൊണ്ടാണ്. വചനമുള്ളവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അവനെതിരെ ഗോലിയാത്ത് വെല്ലുവിളിച്ച ദാവീദിനെ പോലെ ദൈവം അവനെ പൊരുതും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് പൊരുതുവാൻ കഴിയണം. നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ, കുടുംബത്തെ തകർക്കാൻ വരുന്ന മല്ലന്മാരെ, സാത്താനെ നീ പൊരുതി ജയിക്കണം. പൊരുതി ജയിക്കുവാൻ കടയിൽ ചെന്ന് ഏറ്റവും മൂർച്ചയേറിയ വാക്കത്തി മേടിക്കണ്ട, കുടുവാള് വാങ്ങണ്ട. സ്തോത്രം. അതുപോലെ കുടുവാള് വാങ്ങണ്ട, വടിവാള് വാങ്ങണ്ട.
അല്ലെങ്കിൽ ഇനി മാരകമായി വിഷങ്ങളൊന്നും വാങ്ങണ്ട, ബോംബോ ഒന്നും ഉണ്ടാക്കണ്ട. ശത്രുവിനെ പിശാചിനെ ജയിപ്പാൻ ദൈവത്തിന്റെ വചനം പഠിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനത്തിൽ വളരെ വിശ്വസിക്കുന്നയാളാ. ഹല്ലേലൂയ. പണ്ടൊന്നും വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഈ ദൈവത്തിനെ കൊണ്ട് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ആശ്രയം ഈ വചനം മാത്രമാണ്, നീ വചനത്തിൽ നിലനിന്നാ മതി, ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവിൻ ഞാൻ ദൈവവചനത്തിൽ നിലനിൽക്കുക, കർത്താവിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് മാന്യനായ ഗോലിയാത്തിനെ തകർത്തതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവി, നിന്നോട് നിന്റെ കുടുംബത്തോടും തലമുറയോടും പോരാടുന്ന, നിന്റെ ആരോഗ്യത്തോടും പോരാടുന്ന, നിന്റെ ശാരീരിക മാനസിക വൈകല്യം കൂടെ കടത്തിവിടാൻ ശ്രമിക്കുന്ന, നിന്നെ ഒരു മാനസരോഗിയാക്കാൻ ശ്രമിക്കുന്ന, നിന്റെ വിവിധമായ ഡിപ്രഷൻ രോഗങ്ങൾക്ക് അധീനമാക്കി മാറ്റിക്കൊണ്ട് നിന്നെ ഭൂമിയിൽ നില്ലായ്മയെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഈ പിശാചിനെ നീ എതിർത്ത് നിൽക്കണം. അവനെ എതിർത്ത് നിൽക്കുവാൻ നീ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, എവിടെ നോക്കിയാലും പിശാച് ബാധിച്ചവരെ കാണാൻ കഴിയുന്നത്. എവിടെ നോക്കിയാലും പിശാച് ബാധിച്ചവരെ കാണാൻ കഴിയും. ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അവരുടെ മേലിരിക്കുന്ന ഭൂതത്തെ. എൻ്റെ ഒരു ഞാൻ കഴിഞ്ഞിട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ, ആ സംസാരിച്ച് ചിലരുണ്ട്, അതിനകത്തൊരു സഹോദര നോട്ടം, അങ്ങോട്ട് നോട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ആ സൗകര്യമുള്ളിൽ ഭയങ്കര ഭൂതമിരിക്കുകയാണെന്ന്. ഭയങ്കര ഭൂതം, ആ നോട്ടവും ഭാവവും ആ സംസാരവും ആ ചൂണ്ടും ആ മുഖത്തിന്റെ ലക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഭൂതം, ആ ഭൂതാത്മാവ് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു കേട്ടോ, ഇവിടെ ഒരു ഭൂതം വ്യാപിക്കുന്നുണ്ട്, ഭൂതത്തിന്റെ ശക്തിയുണ്ട്, ഭൂതാത്മാവ് ഈ ദേശത്തുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തോട് പോരാടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലാകാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ കണ്ണും മുഖമെല്ലാം കറങ്ങാൻ തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ രക്തം ചെയ്യും. പ്രൈസലോ. ഞാൻ വിട്ടുകൊടുക്കത്തില്ല കാരണം ഭൂതത്തെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഭൂതത്തെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദൈവത്തെ എന്തിനാണ് സേവിക്കുന്നത്? ഞാൻ ദൈവത്തെ സേവിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിനും ആമി എന്റെ ഉള്ളിൽ ആത്മാവിന് വാളായിരിക്കുന്ന വചനം എന്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഭൂതാത്മാവ് എന്റെ മുമ്പിൽ നിന്ന് എന്തെല്ലാം കോലം കിട്ടിയാലും കോക്രി കാണിച്ചാലും ആമി കൈക്കൈ കാണിച്ചാലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനമായിട്ട് ഞാൻ എന്നെ വിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ തന്ത്രങ്ങൾ, നിന്റെ കുതന്ത്രങ്ങളുമായിട്ട് ദൈവവചനമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ നീ വന്നാൽ അവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ആത്മാവിന്റെ വാളാകുന്ന വചനം വെച്ച് നിന്റെ മേൽ വ്യാപരിക തുട്ടപ്പിച്ചാനും കേട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. പ്രൈസലോ. അപ്പൊ ഞാൻ വചനമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പോ പിശാചി എന്ന് പറഞ്ഞു കേട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഒറ്റ വാക്ക് മതിയായിരുന്നു. പിന്നെ ശാന്തമായി അടങ്ങി. പിന്നെ കർത്താവിനെ രക്ഷിതാവും പിതാവുമായിട്ടൊക്കെ സ്വീകരിച്ചു. ഇപ്പൊ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയൊക്കെയാ. വചനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവും. ഈ വചനമില്ലാത്തത് കൊണ്ടാണ് നിന്റെ ഉള്ളിൽ ദുർഭൂതങ്ങൾ വസിക്കുന്നത്, സാത്താൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നത്, പിശാച് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. ജീവന്റെ വചനം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ വന്നാൽ, ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം നിന്റെ ഉള്ളിൽ വന്നാൽ, ആ വചനം ജീവനാണ്. അത് നിന്നിൽ ചൈതന്യം ഉണ്ടാക്കും. പിശാചിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച്, പിശാചിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് നിന്നെ ചൈതന്യമില്ലാത്തവനാക്കി, ചൈതന്യമില്ലാത്തവളാക്കി മാറ്റി നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ദുർഭൂതങ്ങൾ നിറയപ്പെട്ടവനാണെന്ന് കാണാൻ കാരണം എന്തോ? വചനം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഏരിയ മാനസാന്തരപ്പെട്ട് മടങ്ങി വാകട്ടോ. നമ്മൾ പിശാചിനെ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനമൊക്കെ വായിക്കാൻ കാണുന്നുണ്ട്. സാത്താനെ ജയിക്കുമുള്ള അടുത്ത ശക്തമായ ആയുധം യേശുവിന്റെ രക്തമാണ്. സാത്താനെ ജയിക്കാനുള്ള അടുത്ത നാമം എന്താണ്? യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം ആണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ സാത്താന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞാടിന്റെ രക്തം വിലയേറിയ രക്തമാണ്. എന്താണെന്ന് പറയുക, അത് വചനം എന്താണ്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 10-ാമത്തെ വാക്യം തൊട്ട് വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും അവൻ രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങി ഇരിക്കുന്നു. എന്നിട്ട് പറയാണ്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസനി കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി അവനെ സ്വർഗം തള്ളിയിട്ട് കളഞ്ഞു.
അവൻ ഭൂമിയിൽ ഊടാടി നടക്കുകയാണ്. ഈ അപവാദി നിന്റെ കുടുംബത്തിൽ തകർക്കും. ഈ സാത്താൻ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണവനാണ്, പരാജയപ്പെട്ടവനാണ്. അവന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക്, അവന്റെ പ്രവർത്തനത്തിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുമ്പോൾ വീണ്ടും വചനം പറയുകയാണ്, ആമിനലിയ അവനെ കുഞ്ഞാടിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാത്തിനും ജയിക്കണം. കുഞ്ഞാടിന്റെ രക്തം, വിലയേറിയ രക്തം. ഈ ഭൂമിയിൽ സകല രക്തങ്ങളും ദുർഗന്ധം വഹിക്കുന്ന മനുഷ്യന്റെ രക്തം നിരത്ത് വീട് ചൊരിയപ്പെട്ട് കഴിഞ്ഞാൽ നിസാര നേരം കണ്ടത് നാറ്റം വെക്കും. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവ് പോയി മരിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് നഷ്ടപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ദുർഗന്ധം വഹിക്കും. സകല ജീവജാലങ്ങളുടെയും മറ്റു മൃഗജാതികളുടെ എല്ലാം രക്തം നിരത്ത് ചൊരിയപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം ദുർഗന്ധം ഉണ്ടാകും, നാറ്റം വരും. എന്നാൽ യേശുവിന്റെ രക്തം ഇന്നേക്ക് 2026 വർഷമായി കാൽവരി കുരിശിൽ ചൊരിയപ്പെട്ട രക്തം ഇന്നും ദുർഗന്ധമില്ലാതെ രക്തം സൗരഭ്യവാസനയായി, സുഗന്ധമായി, ലേപനമായി മാത്രമല്ല സാത്താനെ തകർക്കാൻ അതിശക്തിയുള്ളതായി ആ രക്തത്തിന് ഇന്നും വിലയുണ്ട്. അല്ലെങ്കിൽ അത് കുഞ്ഞാടിന്റെ രക്തം വിലയേറിയതാണ്. അതാണ് വെളിപ്പാട് പുസ്തകം വായിച്ചത്. അപ്പം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ രക്തത്താൽ, തന്റെ മരണത്താൽ, മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്തെ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടിവിച്ചുവെന്ന് എഫെസ്യർ 2:14 ചേർത്ത് വായിക്കണം. വെളിപ്പാട് പുസ്തകം 12-11 ചേർത്ത് വായിക്കുന്ന കൂട്ടത്തിൽ എബ്രായർ 2:14 വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. അതെ, നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. പഴയ നിയമത്തിലെ ഏതെല്ലാം വീടുകളിൽ കുഞ്ഞാടിൻ രക്തം പൂശപ്പെട്ടുവോ ആ വീടുകളെല്ലാം സംരക്ഷിക്കപ്പെട്ടു. നമുക്കറിയാം, വലിയ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി സമയമായപ്പോൾ രക്തം കട്ടളക്കാലിന്മേലും പുറപ്പടിമേലും പുരട്ടി. സംഹാരകൻ കടന്നു വന്നപ്പോൾ രക്തം കണ്ട വീടുകളെല്ലാം വിട്ടുപോയി. ആ വീടുകൾക്കൊന്നും നാശം വന്നില്ല. അതുകൊണ്ട് എനിക്ക് സംഹാരദൂതൻ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിന്റെ ഭവനത്തെ മുദ്രയിടണം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിന്റെ തലമുറയെ മുദ്രയിടണം. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ക്രിസ്തു തന്റെ പാദത്തിൽ നിന്നും ഒഴുക്കിയ ആ രക്തം കൊണ്ട് സാത്താന്റെ തലയെ തകർത്തു. മരണത്തിന്റെ അധികാരിയെ പിശാചത്തിന്റെ മരണത്തെ നീക്കി ജീവപര്യന്തം മരണവിധിയിലായിരുന്ന അടിമകളെയൊക്കെയും വിടിവിച്ചു. അതെ, ഇന്ന് പകൽ ദൈവം തന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശ്രമിക്കുന്നതേ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 3:6 ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളിൽ ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നിങ്ങൾ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവരോ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ. ഹല്ലേലൂയ. പ്രവൃത്തി അഴിപ്പാനെ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷമായി. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ പാപത്തെ ജയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വ്യാധിയെ ജയിക്കണം. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കണം, പ്രകൃതിയെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ കുടുംബത്തെ തകർക്കുന്ന സാത്താന്യ ശക്തികളെ ഈ വചനത്താൽ നീ തകർക്കണം. നിന്റെ ഉള്ളിൽ ദൈവത്തിന് വചനമാകുന്ന ആത്മാവിന്റെ വാൾ നിറയട്ടെ. ദൈവത്തിന് വചനം ജീവന് ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാ. അത് ആത്മാവിനെ സന്ധിവഞ്ചൽ വേർപിടിക്കുന്നത് തുളച്ച് ചെല്ലുന്നതാണ്. ഹൃദയത്തെ ചിന്തകളെ പാപങ്ങൾ വീക്ഷിക്കുന്നതാണ്. വചനത്തിന്റെ ഉള്ളിലുള്ള പിശാചിനെ തൊടുകയില്ല കേട്ടോ. തകർന്ന തരിപ്പണമായ ജീവിതത്തിൽ നിരാശ ദുഃഖത്തിന് നടുവിൽ കടന്നു പോകുന്ന സ്നേഹിത, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ വിടിവിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജാതിമത വർഗ വർണ്ണ വ്യത്യാസം കൊണ്ടുവിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ശൈശവത്തിന് ബാല്യ കൗമാരി യുവനത്തിൽ പാർക്കുന്ന നിരാകുരത്തിന് വശന യാതി ഓർമ്മ ചോട്ടലിൽ തലമുറയിലായിരിക്കും സകല ജനത്തിൽ വീരും. കർത്താവി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം ഊരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു സാത്താനെ പിശാചിനെ
എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർക്ക് ധരിച്ചവരായി കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ രക്തഹേതുവായി അന്വരിക്കുക തങ്ങളെ സാക്ഷി വചനത്തിന്റെ ഹേതുവായിട്ട് സാത്താനെ ജയിച്ചുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് വണ്ണത്തിന് അധികാരിയെ പിശാചിനെ തന്റെ വണ്ണത്താൽ നീക്കി ജീവരന്തം വണ്ണത്തിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചതുപോലെ ജനം ഇന്ന് പകൽ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി വരട്ടെ. സാത്താനിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്പാലവൃത്ത ജനങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ പകൽ കർത്താവ് ഈ ഭൂമിയിലെമ്പാട് മാലിക സ്ഥലത്ത് ജനത്തിൽ യാത്രയും ജോലി സ്ഥലത്തും മേഖലയും ഭവനത്തിലും എല്ലാം ഈ വചനം നിറയട്ടെ. സകല ജനത്തിൽ പിശാചിലേക്ക് വിടുവിക്കപ്പെടണം. പിശാചിനെ തലയെ തകർത്ത കർത്താവ് ജനത്തിന്റെ ദൈവസാന്നിധ്യം വഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.